നിഷാദ്, നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന 3 പേരും STPI പ്രവർത്തകരാണ്. ഈ ഞായറാഴ്ച വൈകിട്ടാണ് യുവതിയുടെ ആത്മഹത്യക്ക് കാരണമായതെന്ന് ആരോപിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നത്. മയ്യിൽ സ്വദേശിയായ റയീസ് എന്ന യുവാവിനൊപ്പം തച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു റസീന. ഈ നിലവിൽ അറസ്റ്റിലായ പ്രതികളും ഒപ്പം കണ്ടാൽ അറിയാവുന്ന മറ്റ് ചിലരും ചേർന്ന് ഇതിനെ ചോദ്യം ചെയ്തു. മാത്രമല്ല, കൂടുതൽ ആൾക്കാരെ വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിച്ചെന്നും റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ റസീനയുടെ പിതാവിനെയും മാതാവിനെ അടക്കമുള്ള ആളുകളെയും അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. തുടർന്ന് റസീനെ പറഞ്ഞയച്ച ശേഷം ഈ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ സമീപത്തെ മൈതാനത്തെത്തിക്കുകയും അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും മൊബൈൽ ഫോണും ടാബും പ്രതികൾ കൈക്കലാക്കുകയും ചെയ്തെന്നും പരാതിയിൽ പറയുന്നു. ഈ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 3 പേരെ പിണറായി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. റസീനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ തലശ്ശേരി ACPയുടെ മേൽനോട്ടത്തിൽ പോലീസിന്റെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനിടെ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ട്. അതായത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെ ബന്ധുക്കൾ പറയുന്നത് അങ്ങനെയല്ല. അതായത് റസീനയുടെ സ്വർണവും പണവും ആൺ സുഹൃത്ത് തട്ടിയെടുത്തിരുന്നു. അത് ഈ വീട്ടുകാർ അറിഞ്ഞതോടുകൂടി പ്രശ്നമാവുകയും ഈ പണവും സ്വർണവും തിരികെ വേണമെന്ന് വീട്ടുകാർ ഇവിടെ ഒരു STPയുടെ ഓഫീസിൽ വെച്ചൊരു മധ്യസ്ഥ ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെയാണ് റസീന ആത്മഹത്യ ചെയ്തതെന്നാണ്. അതായത് കാമുകൻ സ്വർണവും പണവും തട്ടിയെടുത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്തായാലും ഈ ആൺ സുഹൃത്തിന്റെ വീട്ടുകാർ, കുടുംബക്കാരടക്കമുള്ള ആളുകളും ഈ ചർച്ചയ്ക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പുതിയൊരു പരാതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി സ്റ്റേഷനിലേക്ക് ഈ ഇപ്പോൾ അറസ്റ്റിലായവരുടെ ബന്ധുക്കളും ഒപ്പം ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള റസീനയുടെ മാതാവും നൽകുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അങ്ങനെയാണെങ്കിൽ നിലവിൽ ഈ കേസിൽ ഒരു ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും നിലവിൽ ഇപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ആൺ സുഹൃത്തിനൊപ്പം സംസാരിച്ചിരുന്ന റസീനയെ സദാചാര പോലീസിംഗിന്റെ ഭാഗമായി അപമാനിക്കുകയും ഒപ്പം സുഹൃത്തിനെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. അതാണ് ആത്മഹത്യക്ക് കാരണമെന്ന നിലയിലാണ് ഇപ്പോൾ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ സുനിൽ, പോലീസിന്റെ പ്രാഥമിക ഫൈൻഡിംഗ് സദാചാര ഗൂണ്ടായുസത്തിന്റെ ഭാഗമായി ഉണ്ടായ ആത്മഹത്യയാണെന്നാണ്, അല്ലാതെ ഈ പറയുന്ന സ്വർണ്ണ ഇടപാടൊന്നും അല്ല എന്നാണ്. SDPIക്കാരുടെ സദാചാര ഗൂണ്ടായുസമാണ് കാരണമെന്ന് പോലീസ് പ്രാഥമികമായി കണ്ടെത്തുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ FIRൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മുമ്പ് പറഞ്ഞു 2 കാര്യങ്ങൾ. ഇപ്പൊ പരാതി വന്നിട്ടുള്ളത് ഇപ്പൊ നിലവിൽ ഈ പോലീസ് ഈ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, റസീനയുടെ പിതാവ് നൽകിയിട്ടുള്ള പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ. മറ്റൊന്ന്, റസീനയുടെ 3 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാ കുറിപ്പിൽ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെ പേരടക്കം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് തന്നെ അപമാനിച്ചു, പരസ്യമായി ആളുകളെ വിളിച്ച് അപമാനിച്ചു, താൻ സുഹൃത്തുമായി സംസാരിച്ചിരിക്കുന്നതിനെ ചോദ്യം ചെയ്തു, ഒപ്പം തന്റെ സുഹൃത്തിനെ അവിടെ കെട്ടിയിട്ട് മർദ്ദിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഈ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരം. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ 3 പേരെ പിണറായി CI ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അവരിപ്പോ ഉച്ചമാണ്. പക്ഷേ മറ്റൊരു പരാതി കൂടി പിണറായി സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്ന ആരോപണങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അതായത് ഈ ആൺ സുഹൃത്ത് സ്വർണവും പണവും തട്ടിയെടുത്തു എന്ന തരത്തിലുള്ള ഒരു പരാതിയാണ്. ആ പരാതിയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് പറയുന്നത് ഇവരുടെ സദാചാര പോലീസിംഗ് ആണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ്.